9th സ്റ്റാൻഡേർഡ് ഫിസിക്സിൻ്റെ ഫോഴ്സസ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൻ്റെ 8th പാർട്ടാണ് ഈ വീഡിയോ. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷനാണ്. ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമം എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് ലോ ഓഫ് മോഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് വളരെ പരിചയമുള്ളൊരു കാര്യവുമായിരിക്കാം അല്ലേ, കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. എങ്കിലും എന്താണ് തേർഡ് ലോ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ബോഡി മറ്റൊരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ഫോഴ്സ് എന്ന ചാപ്റ്ററിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഫോഴ്സ് ഹാപ്പൻ ചെയ്യണമെങ്കിൽ രണ്ട് ബോഡികളുടെ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഒരു ബോഡി മറ്റൊരു ബോഡിയിലേക്ക് എക്സേർട്ട് ചെയ്യുന്നതാണ് ബലം. അപ്പോൾ രണ്ട് ബോഡികളുടെ ഇൻറ്ററാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഒരു ഫോഴ്സ് സംഭവിക്കുന്നത്. അത് കോൺടാക്റ്റ് ഫോഴ്സ് ആകാം, അതായത് രണ്ട് ഒബ്ജക്ട്സ് കോൺടാക്റ്റിൽ ഇരിക്കുമ്പോഴാകാം അവ തമ്മിൽ ഫോഴ്സ് ഉണ്ടാവുന്നത്. അതല്ലെങ്കിൽ നോൺ കോൺടാക്റ്റ് ഫോഴ്സ് ആകാം. നോൺ കോൺടാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് തൊട്ടല്ല ഇരിക്കുന്നത്, അകലത്തിൽ ഇരുന്നു കൊണ്ടും ഫോഴ്സിനെ എക്സേർട്ട് ചെയ്യാനായി സാധിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിലേക്ക് വിശദമായിട്ട് കിടക്കുന്നില്ല. അപ്പം ഏതൊരു സാഹചര്യത്തിലായാലും ഒരു ബോഡി മറ്റൊരു ബോഡിയിലേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ തേർഡ് ലോയിൽ പഠിക്കുന്നത്. ആദ്യമായി പഠിക്കാനുള്ള എളുപ്പത്തിന് നമുക്കൊരു കോൺടാക്റ്റിലിരിക്കുന്ന രണ്ട് ബോഡികളെ തന്നെ എടുക്കാം. എ എന്നും ബി എന്നുമുള്ള ബോഡിയാണെന്ന് വിചാരിക്കൂ. രണ്ട് വസ്തുക്കൾ കോൺടാക്റ്റിലിരിക്കുകയാണ്. ഇനി ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്താണെന്ന് സിമ്പിളായി ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ മനസ്സിലാക്കാനുള്ള രീതിയിൽ ഇപ്പോൾ പഠിക്കാം. അതിനുശേഷം അടുത്ത എക്സ്പ്ലനേഷനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഓരോ പോയിന്റും വിശദമായിട്ട് പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് പറയാം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കാനാണെങ്കിൽ ശ്രദ്ധിച്ചിരുന്നുള്ളൂ, ഒരു ബോഡി രണ്ടാമതൊന്നിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ, മനസ്സിലായോ? എ എന്ന ബോഡി ബിയിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് തത്തുല്യമായ അതേ മാഗ്നിറ്റ്യൂഡിലുള്ള ഫോഴ്സ്, അങ്ങോട്ട് കൊടുത്തത് 1 ന്യൂട്ടൺ ഫോഴ്സ് ആണെങ്കിൽ അതേ 1 ന്യൂട്ടൺ ഫോഴ്സ് തന്നെ ബി എന്ന ബോഡി തിരിച്ച് എക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഇതാണ് തേർഡ് ലോ ഓഫ് മോഷനിൽ നമ്മൾ പഠിക്കുന്ന കാര്യം. എന്താണ്? ഒരു ബോഡി രണ്ടാമതൊന്നിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതേ മാഗ്നിറ്റ്യൂഡിലുള്ള ഫോഴ്സ്, അതേ ന്യൂട്ടൺ ഫോഴ്സ് രണ്ടാമത്തെ ബോഡി തിരിച്ച് ആദ്യത്തേതിലേക്കും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് തേർഡ് ലോയിൽ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കാര്യം. അപ്പോൾ എന്താ? എ എന്ന ബോഡി ബിയിലേക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് എക്സേർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ FAB എന്നോ എ ബിക്ക് കൊടുക്കുന്നതെന്ന് കാണിക്കാനായിട്ട് FAB എന്ന് വിളിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ F12 എന്നാണ്. എങ്ങനെയായാലും അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ബി എന്ന ബോഡി തിരിച്ച് എക്ക്, അപ്പോൾ അതെങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടുള്ള ഡയറക്ഷനിലായിരിക്കുമല്ലോ. എ ബിക്ക് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ബി എക്ക് ഇങ്ങോട്ട് കൊടുക്കും. ഒരേ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഫോഴ്സ് ഇങ്ങോട്ടും കൊടുക്കും. ആ ഫോഴ്സിനെ നമുക്ക് FBA എന്ന് വിളിക്കാം, കാരണം ബി എക്ക് കൊടുക്കുന്നത് ഇതുകൊണ്ട്. അപ്പോൾ ഇതിനൊരു പേരിടാൻ വേണ്ടി മാത്രമാണ് FAB എന്നും ഇങ്ങോട്ട് കൊടുക്കുന്നതിന് FBA എന്നും നമ്മൾ പേരിട്ടിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? ഇത് അങ്ങോട്ട് കൊടുക്കുന്നത് 1 ന്യൂട്ടൺ ഫോഴ്സ് ആണെങ്കിൽ തിരിച്ചിങ്ങ് കിട്ടുന്നതും 1 ന്യൂട്ടൺ ഫോഴ്സ് തന്നെ ആയിരിക്കും. മനസ്സിലായോ? ഈക്വലായ ഫോഴ്സുകളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ട കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഒരു ബോഡി രണ്ടാമതൊന്നിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്താൽ അതേ മാഗ്നിറ്റ്യൂഡിലുള്ളൊരു ഫോഴ്സ് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഇനി ഈ രണ്ട് ഫോഴ്സിനും നമുക്കൊരു പേരിട്ട് വിളിക്കണം. നമുക്ക് നോക്കാം. ആദ്യമായി സംഭവിക്കുന്ന, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞു തുടങ്ങിയത്? എ എന്ന ബോഡി ബിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, അതിൻ്റെ ഫലമായി ബി എക്ക് തിരിച്ച് ഒരു ഫോഴ്സ് കിട്ടുന്നു. ഇതാണല്ലോ നമ്മളിവിടെ പറഞ്ഞത്. ഇതിന് ആദ്യമായി അങ്ങോട്ട് കൊടുത്തു എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, FAB, അതിനെ നമുക്ക് ആക്ഷൻ എന്ന് വിളിക്കാം. എന്താണ്? ആക്ഷൻ. അതായത് ആദ്യത്തെ ബോഡി രണ്ടാമത്തേതിലേക്ക് എക്സേർട്ട് ചെയ്ത ആ ഫോഴ്സ് ആക്ഷൻ. ഇനി നമ്മൾ എന്താ പഠിച്ചത്? അങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് രണ്ടാമത്തെ ബോഡി തിരിച്ച് ആദ്യത്തേതിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമെന്ന് പഠിച്ചു അല്ലേ? അതിനെ നമുക്ക്, അതേതാണ് ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന FBA അല്ലേ? അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? റിയാക്ഷൻ എന്നും വിളിക്കുന്നു. അപ്പോൾ എന്താണ്? ആക്ഷൻ എന്താണെന്ന് മനസ്സിലായി, റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലായി. ഒന്നാമത്തെ ബോഡി രണ്ടാമത്തേതിലേക്ക് കൊടുക്കുന്ന ആക്ഷൻ, രണ്ടാമത്തത് അതിൻ്റെ ഫലമായിട്ട് തിരിച്ച് ഒന്നിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത്, ഈക്വൽ ഫോഴ്സ് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത് എന്താണ്? റിയാക്ഷൻ. അപ്പം ആക്ഷൻ എന്താണ്, റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പറയാൻ വേണ്ടി പറയുന്നുണ്ട്, ആദ്യത്തേത് ഒന്നിലേക്ക് കൊടുക്കുന്നു, അതിൻ്റെ ഫലമായി ബി തിരിച്ച് എയിലേക്ക് കൊടുക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. ആദ്യത്തെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി രണ്ടാമത്തെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ സാധ്യതയുണ്ട്. അതായത് ആദ്യത്തെ ഫോഴ്സ് ആക്ട് ചെയ്ത് അതിൻ്റെ ഫലമായി പിന്നീട് രണ്ടാമതൊരു ഫോഴ്സ് ഇങ്ങോട്ട് വന്നു, അതിൻ്റെ ഇടയിൽ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാകാം എന്നൊക്കെ നമുക്കൊരു ചിന്തയുണ്ടാകാം. പക്ഷെ അങ്ങനല്ല.
മനസ്സിലായോ? ഈ ആക്ഷൻ ഫോഴ്സും റിയാക്ഷൻ ഫോഴ്സും സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ യാതൊരു ടൈം ഗ്യാപ്പും ഇല്ല. ഇത് പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. ഞാനിപ്പോൾ എൻ്റെ കൈ കൊണ്ട് ഈ ബോർഡിനെ ഇങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, എൻ്റെ കൈ ആ ബോർഡിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുവെങ്കിൽ അപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഒരു ടൈം ഗ്യാപ്പും ഇല്ല. അപ്പോൾ തന്നെ ആ ബോർഡ് തിരിച്ച് എൻ്റെ കയ്യിലേക്കും അതേ മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഫോഴ്സ് തിരിച്ചും തരുന്നുണ്ട്. അതാണല്ലോ നമ്മളിവിടെ പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ ഇടയിൽ ടൈം ഗ്യാപ്പ് ഒന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇതിലേതിനെ വേണമെങ്കിലും നമുക്ക് ആക്ഷനായിട്ടും രണ്ടാമത്തതിനെ റിയാക്ഷനായിട്ടും പറയാം. പക്ഷേ ഇപ്പോൾ പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള ഒരു സൗകര്യത്തിനാണ് നമ്മൾ പറയുന്നത് ആദ്യത്തെ ബോഡി രണ്ടാമത്തതിലേക്ക് കൊടുക്കുന്നതിനെ ആക്ഷൻ എന്നും ഇതിനെ തിരിച്ച് റിയാക്ഷൻ എന്നും വിളിക്കുന്നു. രണ്ടിനും നമ്മളൊരു പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഒരു ടൈം ഗ്യാപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് ഫോഴ്സിനെ വേണമെങ്കിലും ആക്ഷനായിട്ടും റിയാക്ഷനായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ആക്ഷൻ എന്ന് വിളിക്കുന്ന ഫോഴ്സ് ഏതാണ്, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന റിയാക്ഷൻ ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം, റിയാക്ഷൻ പ്രതിപ്രവർത്തനം. അത് നമുക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഥവാ നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതെന്താണ്? ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞായിരുന്നു എന്താ, ഒരു ന്യൂട്ടൺ ഫോഴ്സാണ് അങ്ങോട്ട് കൊടുക്കുന്നതെങ്കിൽ, എ ബിയിലേക്ക് ഒരു ന്യൂട്ടൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ബി തിരിച്ച് എയിലേക്കും ഒരു ന്യൂട്ടൺ ഫോഴ്സ് തന്നെയാണ് തിരിച്ച് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ആ പോയിന്റ് ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞില്ലെങ്കിലും ഈ ഫിഗർ കാണുമ്പോഴും പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഈ ആക്ഷനും ഈ റിയാക്ഷനും പരസ്പരം ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ളത് കൂടെയാണ്. ശരിയല്ലേ? എന്താ കാര്യം? ആദ്യത്തെ ബോഡി രണ്ടാമത്തതിലേക്ക് കൊടുത്തതാണ് ആക്ഷൻ, രണ്ടാമത്തെ ബോഡി ഒന്നിലേക്ക് തിരിച്ചു കൊടുക്കുന്നതാണ് റിയാക്ഷൻ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഡയറക്ഷൻ മാറണമല്ലോ. ശരിയല്ലേ? തിരിച്ചു കൊടുക്കണമെങ്കിൽ ഡയറക്ഷൻ മാറുകയല്ലേ? കണ്ടില്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആക്ഷനും റിയാക്ഷനും മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ ആണ്, പക്ഷെ അത് ഡയറക്ഷനിൽ ഓപ്പോസിറ്റുമാണ്. അപ്പം ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ള പോയിന്റ് മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്താ പറയുന്നത്? ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ദിസ് ഇസ് ന്യൂട്ടൺസ് തേർഡ് ലോ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമം. ഇത് വളരെ എളുപ്പമുള്ള കാര്യമായതുകൊണ്ട് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇപ്പം നമുക്ക് മനസ്സിലായി ഒരു ഫോഴ്സ് ഏതൊരു ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ടോ അവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ഏത് സന്ദർഭത്തിലും ഉണ്ടായിരിക്കും. ഒരു ഫോഴ്സിനെ കുറിച്ച് നമ്മൾ എവിടെയൊക്കെ പറയുന്നോ അപ്പോഴെല്ലാം കൊടുത്ത ബോഡിക്ക് തിരിച്ചൊരു ഫോഴ്സ് കിട്ടുന്നുമുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഒരു പോയിന്റായിട്ട് ഓർത്തിരിക്കാം. എന്താണ്? ഫോഴ്സസ് ഓൾവേസ് ഒക്കർ ഇൻ പെയർ. ഒരു പെയറായിട്ട്, ഒരു ജോഡിയായിട്ടായിരിക്കും ഫോഴ്സുകൾ എപ്പോഴും ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഇനി ഏതൊരു സാഹചര്യത്തിലും ഒരു ബോഡി രണ്ടാമത്തെ ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുത്തു എന്ന് പറയുമ്പോൾ അപ്പം തന്നെ മനസ്സിലാക്കിയ രണ്ടാമത്തെ ബോഡി ഒന്നിലേക്ക് തിരിച്ചും ഒരു ഫോഴ്സ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഏതൊരു സാഹചര്യത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഒരാൾ വന്ന് നമുക്കിട്ടൊരു അടി വെച്ച് തന്നു കഴിഞ്ഞാലും നമ്മുടെ ബോഡി തിരിച്ച് അയാളുടെ കയ്യിലേക്ക് അതേ അളവിലുള്ള ഫോഴ്സ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മൾ പറഞ്ഞു ആക്ഷനും റിയാക്ഷനും പരസ്പരം ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അത് നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാൻ പറ്റും? നോക്കൂ, ആക്ഷൻ എന്താ, നമുക്കിവിടെ FAB എന്നുള്ളതാണല്ലോ നമ്മൾ ആക്ഷനായിട്ട് എടുത്തത്. അത് റിയാക്ഷൻ FBA. ഇത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ പഠിച്ചു അല്ലേ? FAB is equal to FBA ആയിരിക്കും. ഇത് ഒരു ന്യൂട്ടൺ ആണെങ്കിൽ ഇത് ഒരു ന്യൂട്ടൺ തന്നെ ആയിരിക്കും. ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു. എന്നാൽ അത് ഓപ്പോസിറ്റും കൂടെയാണല്ലോ. അപ്പോൾ ആ ഓപ്പോസിറ്റും കൂടെ ആണെന്നുള്ളത് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇടണം. പടം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് FAB is equal to നെഗറ്റീവ് FBA എന്ന് എഴുതി കഴിഞ്ഞാൽ ന്യൂട്ടൻ്റെ തേർഡ് ലോ നമുക്ക് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. മനസ്സിലായല്ലോ? ഈ ഒരു പടവും കൂടെ വരച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമുള്ളതാണ്. ഇതെല്ലാവർക്കും നന്നായി മനസ്സിലായി എന്നും വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു പോയിന്റും കൂടെ ശ്രദ്ധിച്ചോളൂ. ഇത് നമുക്ക് തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്, എന്നാൽ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് എന്താണെന്നറിയാമോ? ആക്ഷൻ എന്താണ്, റിയാക്ഷൻ എന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലായി. എവിടെയെല്ലാം ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലായി. എന്നാൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആക്ഷനും റിയാക്ഷനും വെവ്വേറെ ബോഡികളിലാണ് സംഭവിക്കുന്നത്. അത് ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എന്നാൽ ചിലപ്പോൾ നമുക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്. ആക്ഷൻ ഏത് ബോഡിയിലേക്കാണ് എക്സേർട്ട് ചെയ്യപ്പെടുന്നത്? ബിയിലേക്കാണ് എക്സേർട്ട് ചെയ്യപ്പെടുന്നതുണ്ട്. അതുകൊണ്ട് ഈ ആക്ഷൻ ഫോഴ്സ് അനുഭവപ്പെടുന്നത് ഏത് ബോഡിയിലാണ്? ബിയിലാണ് അനുഭവപ്പെടുന്നത്.
അല്ലേ? ബിയെ പുഷ് ചെയ്യുവാണെങ്കിൽ അത് ആർക്കാണ് അനുഭവപ്പെടുന്നത്? ബിക്കാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ആ പുഷിൻ്റെ ആ ഒരു ഫോഴ്സിൻ്റെ ഫലമായി റിയാക്ഷൻ ഉണ്ടാകുന്നത് ഏത് ബോഡിയിലാണ് അനുഭവപ്പെടുന്നത്? ബി തിരിച്ച് എക്ക് കൊടുക്കുന്നതല്ലേ ഇത്, അല്ലേ? അത് ഏത് ബോഡിയിലാണ് അനുഭവപ്പെടുന്നത്? അത് എയിലാണ് അനുഭവപ്പെടുന്നത്. മനസ്സിലായോ? അപ്പം ആക്ഷൻ അനുഭവപ്പെടുന്നത് രണ്ടാമത്തെ ബോഡിയിലാണെങ്കിൽ റിയാക്ഷൻ അനുഭവപ്പെടുന്നത് ഒന്നാമത്തെ ബോഡിയിലാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ്. കാരണം ഒരു കുനിഷ്ട ചോദ്യം വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ചോദിക്കാം. നമ്മൾ ഈ ഒരു പോയിന്റ് അധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൺഫ്യൂഷൻ ആയിപ്പോൾ. എന്താണെന്നറിയാമോ? ആക്ഷനും റിയാക്ഷനും ഈക്വലും ഓപ്പോസിറ്റുമാണ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ബാലൻസ്ഡ് ആയി പോകും, അവ ക്യാൻസൽ ആയി പോകും എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് കൺഫ്യൂഷൻ ആകരുതെന്ന് പറയാൻ കാര്യം, ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ? ബാലൻസ്ഡ് ഫോഴ്സുകളുടെ എക്സാമ്പിൾ ഇങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടില്ലേ? നോക്കൂ, ഒരു ബോഡിയിലേക്ക് ഈക്വലായ എന്നാൽ ഓപ്പോസിറ്റായ രണ്ട് ഫോഴ്സുകൾ ഇങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാലൻസ്ഡ് ആയി പോകും. ആ രണ്ട് ഫോഴ്സുകൾ പരസ്പരം ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വലും ഓപ്പോസിറ്റും ആയതുകൊണ്ട് ഈ ഫോഴ്സുകൾക്ക് ഈ ബോഡിയിൽ ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്നാൽ അതേ എക്സ്പ്ലനേഷനിലുള്ളൊരു ഫോഴ്സാണ് ഇത്. ഈക്വലും ഓപ്പോസിറ്റും ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, അല്ലേ? ഈക്വലും ആണ് ഓപ്പോസിറ്റും ആണ്. പക്ഷെ എന്നാൽ ഇവിടെ മോഷൻ ഉണ്ടാകും. എന്താ കാര്യം? ഇവിടെ ഈക്വലും ഓപ്പോസിറ്റുമായ ഫോഴ്സുകൾ ഒരേ ബോഡിയിലാണ് ആക്ട് ചെയ്തത്. ഈ ഒരു ഒറ്റ ബോഡിയിലാണ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഫോഴ്സുകൾ ആക്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ ഇവിടെ എന്താണ് കാര്യം? ഒരേ ബോഡിയിലാണോ രണ്ട് ഫോഴ്സും ആക്ട് ചെയ്യപ്പെടുന്നത്? അല്ല. FAB രണ്ടാമത്തെ ബോഡിയിലും FBA ഒന്നാമത്തെ ബോഡിയിലുമാണ് ആക്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ മോഷൻ ഉണ്ടാകും. ഇവിടെ ഫോഴ്സുകൾ ക്യാൻസലായി പോകുന്നില്ല. എന്നാൽ ബാലൻസ്ഡ് ഫോഴ്സിൻ്റെ കാര്യം അതല്ല. അതുകൊണ്ട് ഈ ന്യൂട്ടൻ്റെ തേർഡ് ലോയിൽ നമ്മൾ പറയുന്ന ഈ രണ്ട് ഫോഴ്സുകൾ ഈക്വലും ഓപ്പോസിറ്റും ആണെങ്കിലും അത് ബാലൻസ്ഡ് ഫോഴ്സ് അല്ല, അത് വെവ്വേറെ ബോഡികളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ്. അതുകൊണ്ട് അത് ക്യാൻസലായി പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. മനസ്സിലായല്ലോ? ഈ ഒരു പോയിന്റ് നല്ല ശ്രദ്ധയോടെ മനസ്സിലാക്കി വെക്കണം, കാരണം നമുക്ക് ആവശ്യം വരും. ഇത്രയും നന്നായി മനസ്സിലായെങ്കിൽ ഇനി നമ്മൾ തേർഡ് ലോയുടെ ഓരോരോ എക്സാമ്പിളുകളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം എക്സാമ്പിൾ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം മനസ്സിലുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും, ഓക്കെ ആക്ഷൻ ഏതാണ്, റിയാക്ഷൻ ഏതാണ്, എങ്ങനെയാണ് തേർഡ് ലോ അവിടെ ആപ്ലിക്കബിൾ ആകുന്നതെന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ എന്താണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന എക്സാമ്പിൾ ഓരോന്ന് കാണുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്ത്? ഒരു ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രവർത്തനം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അപ്പോഴെല്ലാം മനസ്സിലാക്കിക്കൊള്ളുക, മറ്റേ ബോഡിയിലേക്ക്, രണ്ടാമത്തെ ബോഡിയിലേക്ക് ഒരു പ്രതിപ്രവർത്തനവും ഉണ്ടാകുന്നുണ്ട്. ഒരു ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ രണ്ട് ബോഡി ഇൻവോൾവ് ആണ്. ഒന്നാമത്തെ ബോഡി രണ്ടാമത്തെ ബോഡിയിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫോഴ്സ് അത് തിരിച്ച് ഒന്നിനും കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇനി വരുന്ന എക്സാമ്പിളുകളിലെല്ലാം മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ എക്സാമ്പിൾ പഠിക്കാൻ തുടങ്ങുകയാണ്. ഇത് ന്യൂട്ടൻ്റെ തേർഡ് ലോയുടെ. അതിനുവേണ്ടി ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് എന്താണ്? ഒരു ഊതി വീർപ്പിച്ച ഒരു ബലൂൺ. ഇതൊരു ഊതി വീർപ്പിച്ച ഒരു ഇൻഫ്ലേറ്റഡ് ബലൂൺ. ഒരു ബലൂൺ ഒരു സ്ട്രോയിലേക്ക് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് സ്ട്രോ, ഇത് ബലൂൺ. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്ട്രോയിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ സ്ട്രോ ഇതേപോലെ ഒരു ത്രെഡിലോ വള്ളിയിലോ മറ്റോ കയറ്റുക. എന്നിട്ട് രണ്ട് ഭിത്തികളിലോ ജനലിലോ എന്തിലെങ്കിലും ഈ വള്ളി അവിടെ ഇവിടെയും കെട്ടിവെക്കുക. മനസ്സിലായല്ലോ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്താണെന്ന്? ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ബലൂൺ റിലീസ് ചെയ്യുക, ഇതിൻ്റെ കെട്ടഴിച്ച് വിടുക. നമുക്ക് അല്ലാത്തപ്പോൾ തന്നെ അറിയാം, നമ്മൾ ബലൂൺ ഊതി വീർപ്പിച്ച് കൈ പിടിച്ചിട്ട് കെട്ടഴിച്ച് വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ബലൂൺ ഇങ്ങനെ പറന്ന് മുകളിലേക്ക് പോകും. ശരിയല്ലേ? അത് ഒരു വല്ലാത്ത റാൻഡമായൊരു ഡയറക്ഷനിലേക്ക് അത് പറക്കാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഇതിനങ്ങനെ റാൻഡമായി വല്ലയിടത്തേക്കും പറക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇത് ഈ സ്ട്രോയിലാണ്, സ്ട്രോ ഈ ത്രെഡിലാണ്. അതുകൊണ്ട് തന്നെ ഈ ബലൂൺ നമ്മൾ കെട്ടഴിച്ച് വിടുമ്പോൾ ഈ ഒരു സിസ്റ്റം ഏതൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു? ഈ ത്രെഡ് ഈ ഡയറക്ഷനിൽ കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ്, ഇതിൻ്റെ കെട്ടഴിച്ച് വിടുമ്പോൾ ബലൂൺ നേരെ മുകളിലേക്ക് അങ്ങ് പോകുന്നു. ശരിയല്ലേ? കാര്യം മനസ്സിലായല്ലോ? എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായി. ഇനി ഇത് ന്യൂട്ടൻ്റെ തേർഡ് ലോയുമായിട്ട് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും? ഇതെങ്ങനെ ഇവിടെ ഒരു എക്സാമ്പിൾ ആവുന്നു നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഈ ബലൂൺ ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്? അതിൻ്റെ കാര്യം എന്താണ്? അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് ആ ഊതി വീർപ്പിച്ച ബലൂൺ ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിറച്ച് എയറാണ്. ഇതിവിടെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണെന്ന് ഓർക്കും. അപ്പോൾ ഇതിങ്ങനെ തിങ്ങി നിറഞ്ഞ എയർ നിൽക്കുകയാണല്ലോ. ഈ കെട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ, ഈ കെട്ട് നമ്മൾ അഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ എയർ എല്ലാം നല്ല ഫോഴ്സിൽ ഇതിൻ്റെ പുറത്തേക്ക് പോകുന്നു. ശരിയല്ലേ? എയർ എല്ലാം നല്ല ഫോഴ്സിൽ ഈ ബലൂണിൻ്റെ ഇവിടെ കൂടെ പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നു. എന്താ കാര്യം? ഈ ബലൂണിൻ്റെ മെറ്റീരിയൽ പെട്ടെന്ന് ചുങ്ങിപ്പോകാനുള്ള ഒരു പ്രകൃതമാണ് കാണിക്കുന്നത്. ശരിയല്ല? അതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ അത് വേഗം അതിന് എത്രയും പെട്ടെന്ന് ചുങ്ങിപ്പോകണം. അപ്പം അതിനു വേണ്ടി ഈ ബലൂണിൻ്റെ ഈ വാളുകൾ ഈ എയറിൻ്റെ മേളിൽ ഇതേപോലെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ശരിയല്ലേ?
ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ആ ഒരു ഫോഴ്സ് കൊണ്ടാണ് ഇതിൻ്റെ അകത്തുള്ള എയർ എല്ലാം വളരെ പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ആക്ഷനായിട്ട് നമുക്ക് എന്തിനെ കൺസിഡർ ചെയ്യാം? ഇങ്ങനെ ഈ ബലൂണിൻ്റെ വാളുകൾ ഈ എയറിൽ കൊടുക്കുന്ന ആ ഒരു അതിന് ചുരുങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എയറിനെ പുറന്തള്ളുന്നു അല്ലേ. അപ്പം എയർ പുറത്തേക്ക് പോകുന്നു എന്നുള്ള ഈ ഒരു ഡയറക്ഷൻ നമുക്ക് ആക്ഷനായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അതായത് ബലൂൺ എയറിൻ്റെ മേളിൽ ചെലുത്തുന്ന എയർ പുറകിലേക്ക് പോകുന്ന ഈ ഒരു ഡയറക്ഷൻ ആക്ഷനായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ റിയാക്ഷൻ എന്തായിരിക്കും? ഈ പുറത്തേക്ക് തള്ളപ്പെടുന്ന എയർ തിരിച്ച് ഈ ബലൂണിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്ന ഈ ഒരു ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആയിരിക്കും അതിൻ്റെ റിയാക്ഷൻ. അങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഈ ഫസ്റ്റ് ആക്ഷൻ, ഈ ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്ന എയർ പുറത്തേക്ക് പോകുന്ന ഫോഴ്സ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താ, എയർ ശക്തമായി പുറത്തേക്ക് പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട്. എന്നാൽ ആ ശക്തമായി പുറത്തേക്ക് പോകുന്ന ഫോഴ്സ് അതേ ന്യൂട്ടണിലുള്ള അതേ മാഗ്നിറ്റ്യൂഡിലുള്ള ഫോഴ്സ് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന റിയാക്ഷനായിട്ട് തിരിച്ച് ഈ ബലൂണിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? നമ്മളിത് റിലീസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ എയർ പുറത്തേക്ക് പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ബലൂൺ പറന്നു പോകുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഇതിങ്ങനെ സ്ട്രോയിലൊന്നും കുത്തിയില്ലെങ്കിലും വെറുതെ നമ്മൾ വീർപ്പിച്ച ഒരു ബലൂൺ കൈവിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശക്തമായി എയർ താഴേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ആ എയർ തിരിച്ച് ബലൂണിലേക്ക് കൊടുക്കുന്ന റിയാക്ഷൻ്റെ ഫലമായി ബലൂൺ മുകളിലേക്ക് ഉയർന്നു പോകുന്നു. മനസ്സിലായോ? അവിടെ ആക്ഷനുണ്ട്. എയർ പുറത്തേക്ക് പോകുന്നു എന്നുള്ള ആക്ഷനുണ്ട്. പുറത്തേക്ക് പോകുന്ന എയർ ബലൂണിൻ്റെ മുകളിൽ കൊടുക്കുന്ന റിയാക്ഷനും ഉണ്ട് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുക. അതുകൊണ്ടാണ് എന്ത്, എയർ ഒരു സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബലൂൺ തെറിച്ചു പോകുന്നത്. മനസ്സിലായോ? അപ്പം ഇവിടെ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എയർ ശക്തമായി ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ബലൂൺ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ കാര്യം എന്താ? എയറിൻ്റെ മുകളിൽ ആക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ എയർ തിരിച്ച് ബലൂണിൻ്റെ മേളിലേക്ക് റിയാക്ഷൻ കൊടുക്കുന്നു. അങ്ങനെ ബലൂൺ മുകളിലത്തെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? ആക്ഷൻ ഏതാണെന്ന് മനസ്സിലായി, എയർ തിരിച്ച് ബലൂണിൻ്റെ മേളിലേക്ക് കൊടുക്കുന്ന റിയാക്ഷൻ മനസ്സിലായി. അതുകൊണ്ടാണ് എന്താണ്, വെറുതെ ആയാലും ബലൂൺ കൈവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ഒരു ഡയറക്ഷനിലേക്ക് ഫോഴ്സ്ഫുള്ളി പോകുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ബലൂൺ പൊങ്ങി പോകുന്നു. മനസ്സിലായല്ലോ? അടുത്ത എക്സാമ്പിൾ നോക്കൂ. അടുത്ത എക്സാമ്പിൾ എന്താണ്? നമുക്ക് എളുപ്പം മനസ്സിലാകും. ഇതൊരു ബോയിലിംഗ് ട്യൂബാണ്. ഇതൊരു ബോയിലിംഗ് ട്യൂബ്, ടെസ്റ്റ് ട്യൂബിനേക്കാളും കുറച്ചുകൂടി കട്ടിയുള്ള ഒരു ബോയിലിംഗ് ട്യൂബാണ്. അതിനകത്ത് ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ ഒരു ത്രെഡിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഫയർ, ഒരു തീ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ബർണറിൽ നിന്ന് കുറച്ച് ഒരു ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ വെള്ളം ബോയിൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ തീ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ബോയിലിംഗ് ട്യൂബിൻ്റെ കണ്ടോ, അതിൻ്റെ മുൻവശം ഇതേപോലെ ഒരു കോർക്ക് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഈ ബ്ലൂ കളറിൽ. അത് നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ എന്താ നമുക്ക് പറയുന്നത്? കുറച്ച് സമയം ഇങ്ങനെ ചൂട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത്, കുറച്ച് സമയം ചൂട് കൊടുത്ത് കഴിയുമ്പോൾ ഈ ബ്ലൂ കളറിലെ ഈ കോർക്ക് ഉണ്ടല്ലോ, അത് അങ്ങോട്ട് തെറിച്ചു പോകുന്നതായിട്ട് കാണാം. അതോടൊപ്പം തന്നെ ഈ ബോയിലിംഗ് ട്യൂബ് നേരെ പുറകു വശത്തേക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ എന്താണ്, ഈ കോർക്ക് അങ്ങോട്ട് തെറിക്കുന്നതായിട്ടും ഈ ബോയിലിംഗ് ട്യൂബ് ഇങ്ങോട്ട് നീങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനകത്ത് വാട്ടർ ആണല്ലോ ഈ എടുത്തിരിക്കുന്നത്. ഈ ചൂട് കൊണ്ടു കഴിയുമ്പോൾ വെള്ളം ബോയിലാവുന്നു. വെള്ളം തിളച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്റ്റീം ഉണ്ടാകുന്നു. അങ്ങനെ നല്ലതായി വെള്ളം തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ സ്റ്റീം കൊണ്ട് ഇതിൻ്റെ അകത്ത് പ്രഷർ കൂടുന്നു. നമ്മുടെ പ്രഷർ കുക്കറിലൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ. അങ്ങനെ ഇതിനകത്ത് നീരാവി ഇങ്ങനെ തിങ്ങി വരുമ്പോൾ അതിനെങ്ങനെയെങ്കിലും പുറത്ത് പോകണം, അതിന് എസ്കേപ്പ് ചെയ്യണം പുറത്തേക്ക്. അതിനതെന്ത് ചെയ്യുന്നു? നല്ല ശക്തമായിട്ട് ഈ നീരാവി വളരെ ഫോഴ്സ്ഫുള്ളി നമ്മുടെ കോർക്കിനെ തള്ളി തെറിപ്പിക്കുന്നു. മനസ്സിലാകുമല്ലോ ഈസി ആയിട്ട്. ആ അടപ്പിനെ അങ്ങ് തെറിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആ കോർക്ക് ആ ഡയറക്ഷനിലേക്ക് തെറിച്ചു പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സ്റ്റീമിൻ്റെ നീരാവിയുടെ ശക്തി കാരണമാണ് അത് അങ്ങോട്ട് തെറിച്ചു പോകുന്നത്. അപ്പോൾ ഈ ബോയിലിംഗ് ട്യൂബ് എന്തുകൊണ്ടായിരിക്കും തിരിച്ച് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്? ഒരു മോഷൻ, ഒരു ആക്ഷൻ അവിടെ ഉണ്ടായി കഴിഞ്ഞു. എന്താ? സ്റ്റീമിൻ്റെ ശക്തി കാരണം കോർക്ക് അങ്ങ് തെറിച്ചു പോയി. ആ ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സ് എന്താണ്? അത് ആക്ഷൻ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ തെറിച്ചു പോകുന്ന ആ കോർക്ക് ഒരു റിയാക്ഷൻ നമ്മുടെ ഈ ബോയിലിംഗ് ട്യൂബിലേക്ക് കൊടുക്കുമല്ലോ. മനസ്സിലായില്ലേ? ഒരു ആക്ഷൻ സംഭവിച്ചാൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു റിയാക്ഷനും ഉണ്ടാകും. ബോയിലിംഗ് ട്യൂബ് കോർക്കിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, കോർക്ക് തെറിച്ചു പോകുന്നു. കോർക്ക് അപ്പോൾ തിരിച്ച് ബോയിലിംഗ് ട്യൂബിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമെന്നല്ലേ നമ്മൾ ഇത്ര നേരം പഠിച്ചത്. അതുകൊണ്ട് ആ ഒരു റിയാക്ഷൻ ഫോഴ്സ് തിരിച്ച് കോർക്ക് ഈ ബോയിലിംഗ് ട്യൂബിലേക്ക് കൊടുക്കുന്നു. ഇതേപോലെ മനസ്സിലായോ? ആ കോർക്ക് അതിൻ്റെ അടപ്പ് തിരിച്ച് ഈ ബോയിലിംഗ് ട്യൂബിലേക്കും ഒരു റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നു. അതുകൊണ്ട് ഈ ട്യൂബ് ബാക്ക് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ആക്ഷൻ ഏതാണെന്ന് മനസ്സിലായി, കോർക്ക് തിരിച്ച് ട്യൂബിലേക്ക് കൊടുക്കുന്ന റിയാക്ഷൻ ഏതാണെന്ന് മനസ്സിലായി. ഇവ രണ്ടും ഓപ്പോസിറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് രണ്ടും ഈക്വൽ മാഗ്നിറ്റ്യൂഡിലുള്ള ഫോഴ്സുകളാണെന്നും നമ്മൾ മനസ്സിലാക്കി.
അത് ഡിഫറെൻറ്റ് ബോഡികളിലാണ് ആക്ട് ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ആക്ഷൻ ആക്ട് ചെയ്തത് കോർക്കിൻ്റെ മേളിലായിരുന്നു, റിയാക്ഷൻ ആക്ട് ചെയ്തത് ബോയിലിംഗ് ട്യൂബിൻ്റെ മേളിൽ. അതുകൊണ്ടാണ് അത് അങ്ങോട്ടും ഇതിങ്ങോട്ടും തെറിച്ചു പോകുന്നത്. മൂന്നാമത്തെ എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നത് വാക്കിംഗ് ഓൺ ദ ഫ്ലോർ ആണ്. നമ്മളൊരു ഗ്രൗണ്ടിൽ കൂടെ, ഒരു തറയിൽ കൂടെ നടന്നു പോകാൻ സാധിക്കുന്നത് നമുക്ക് എന്തുള്ളത് കൊണ്ടാണ്? നമുക്ക് ഈ ഫ്ലോറിൽ നിന്ന് റിയാക്ഷൻ കിട്ടുന്നത് കൊണ്ടാണ്. അവിടെയും സംഭവിക്കുന്നത് നമ്മുടെ ന്യൂട്ടൻ്റെ തേർഡ് ലോ തന്നെയാണ്. എങ്ങനെയാണ് അതിൻ്റെ എക്സാമ്പിൾ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. കണ്ടല്ലോ, ഒരാൾ കാല് വെച്ചിട്ട് തറയിൽ ഇങ്ങനെ ഊന്നി നടന്നു പോകുന്ന ഒരു കാലേ വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ആക്ഷൻ എന്തായിരിക്കും? എനിക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാല് കൊണ്ട് തറയിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കും. നമ്മളൊരു തറയിൽ നടക്കുന്നത് എങ്ങനെയാണ്? തറയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കാല് കൊണ്ട്, അല്ലേ? ശക്തിയായിട്ട് തറയിലേക്ക് നമ്മുടെ ഫോഴ്സ് ഒന്ന് കൊടുക്കുന്നുണ്ട്. അത് ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? ഇങ്ങനെ നടന്നു പോകുന്ന ഒരാൾ ഏതാണ്ട് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ ഒരു ഫോഴ്സ്, ശരിയല്ലേ? തറയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഒരു ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഈ ഒരു ഫോഴ്സ് ഗ്രൗണ്ടിലേക്ക് നമ്മൾ കാലുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായി? അത് ആക്ഷനായി. ആക്ഷൻ ഏതാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി, ശരിയാണല്ലോ? ഇനി അപ്പോൾ റിയാക്ഷൻ എന്തായിരിക്കും? ആക്ഷന് നേരെ ഓപ്പോസിറ്റായിട്ട് വരണം റിയാക്ഷൻ, അല്ലേ? ഈക്വൽ ആയിട്ടുള്ള ഒരു മാഗ്നിറ്റ്യൂഡിൽ ഓപ്പോസിറ്റായിട്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ റിയാക്ഷൻ എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യപ്പെടുന്നത്? ആക്ഷൻ ഗ്രൗണ്ടിലേക്ക് കൊടുത്താണെങ്കിൽ, കാല് ഗ്രൗണ്ടിലേക്ക് കൊടുത്ത ആക്ഷൻ ആണെങ്കിൽ ഗ്രൗണ്ട് കാലിലേക്ക് കൊടുക്കുന്നത്, ഈ ഡയറക്ഷനിൽ കൊടുക്കുന്നത്, ഈക്വലായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്നത് റിയാക്ഷനാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ ആക്ഷനായി ഗ്രൗണ്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഫോഴ്സിന് നമുക്ക് റിയാക്ഷൻ കിട്ടുന്നുണ്ട്. ഗ്രൗണ്ട് നമ്മൾ തിരിച്ചിങ്ങനെ ഒരു പുഷ് നമുക്ക് തരുന്നുണ്ട്. കണ്ടോ? ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു റിയാക്ഷനാണ് നമുക്ക് മുന്നോട്ട് തള്ളിവിടാൻ സഹായിക്കുന്നത്. നമ്മളെ ഫ്രണ്ടിലേക്ക് തള്ളിവിടുന്നത് എന്താണ്? ഈ ഗ്രൗണ്ട് നമുക്ക് തിരിച്ചു തരുന്ന റിയാക്ഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മളൊരു തറയിൽ നടന്നു പോകുമ്പോൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ അവിടെ വർക്ക് ആവുന്നത്. ഇവിടെയും ആക്ഷനും റിയാക്ഷനും ഓപ്പോസിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അത് ഈക്വൽ മാഗ്നിറ്റ്യൂഡിലുള്ളതാണെന്ന് മനസ്സിലായി. രണ്ട് ബോഡികളിലാണെന്ന് മനസ്സിലായല്ലോ. ആക്ഷൻ അനുഭവപ്പെടുന്നത് തറയിലേക്കാണെങ്കിൽ റിയാക്ഷൻ ഈ ഗ്രൗണ്ട് നമ്മുടെ കാലിലേക്ക് തരുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാനുള്ള ആ ഒരു പുഷ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ തറയിൽ നിന്ന് കിട്ടുന്ന റിയാക്ഷൻ കൊണ്ട്, ആ ഒരു തള്ളുകൊണ്ടാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് നടന്നു പോകാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇത് ഇല്ലാത്തൊരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്ത് നോക്കൂ. അതായത് നമുക്ക് എന്തുകൊണ്ടാണ് ഒരു സ്പേസിൽ കൂടെ നടന്നു പോകാൻ പറ്റാത്ത, എയറിലൂടെ നടന്നു പോകാൻ നമുക്ക് പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ എവിടെയെങ്കിലും കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കാലുകൊണ്ട് നമ്മൾ ആക്ഷനായിട്ട് കൊടുക്കുന്ന അത്രയും ഫോഴ്സ് അല്ലെങ്കിൽ അതിലും കൂടുതൽ ഫോഴ്സ് നമുക്ക് കാലുകൊണ്ട് താഴേക്ക് പുഷ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാത്തത്? എയറിൽ ഇങ്ങനെ ഇട്ട് ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഫ്രണ്ടിലേക്ക് പോകാത്തത്? എയർ നമുക്ക് ഈ ആവശ്യമായ റിയാക്ഷൻ ഫോഴ്സ് നമുക്ക് തരുന്നില്ല. മനസ്സിലായോ? നമുക്ക് ആവശ്യമായൊരു റിയാക്ഷൻ ഫോഴ്സ് തരാനായി അവിടെ ഈ ഫ്ലോർ ഇല്ല, ഈ ഗ്രൗണ്ട് ഇല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ എവിടെയെങ്കിലും തൂങ്ങിക്കിടന്നുകൊണ്ട് കാലുകൊണ്ട് എത്ര കാണിച്ചാലും നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഈ ഗ്രൗണ്ട് തരുന്ന ഈ റിയാക്ഷൻ ഫോഴ്സാണ് നമ്മളെ മുന്നിലേക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റോക്കറ്റുകൾ എങ്ങനെയാണ് റൈസപ്പ് ചെയ്യുന്നത്, റോക്കറ്റുകൾ എങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത്. അതും ഈ നമ്മളിപ്പോൾ പഠിച്ച ഈ ലോയുടെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. എങ്ങനെയാണ്? നമ്മൾ ആ ബലൂണിൻ്റെ എക്സാമ്പിൾ പഠിച്ചില്ലേ? ബലൂണിൻ്റെ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബലൂണിൻ്റെ കാറ്റ് ശക്തിയായി താഴേക്ക് പോകുന്നു. അത് ആക്ഷൻ. അതിൻ്റെ റിയാക്ഷനായിട്ട് എയർ ബലൂണിനെ തിരിച്ച് മുകളിലേക്ക് പുഷ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചില്ലേ? അതേ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ റോക്കറ്റിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. എന്താണ്? ആ റോക്കറ്റിൻ്റെ ഉള്ളിലെ ഫ്യൂവൽസ് ബേൺ ചെയ്യുന്നതിൻ്റെ ഒരു ഇഫക്റ്റായിട്ട് ഹൈ പ്രഷറിലുള്ള ഗ്യാസ്, ഭയങ്കര ഹൈ പ്രഷറിലുള്ള ഗ്യാസ് ആ ഒരു റോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഭയങ്കര ഹൈ പ്രഷറിൽ ആ ഗ്യാസ് താഴേക്ക് ഉള്ള ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ഒരു ഈക്വലായ എന്നാൽ ഓപ്പോസിറ്റായ ഒരു ഫോഴ്സ് ഈ ഗ്യാസ് തിരിച്ച് എങ്ങോട്ട്? നമ്മുടെ ആ റോക്കറ്റിൻ്റെ ബോഡിയിലേക്ക് കൊടുക്കുന്നു. ആ ഒരു രീതിയിലാണ്, ആ ഒരു ഫോഴ്സിലാണ് അത് മുകളിലേക്ക് പ്രൊപ്പൽ ചെയ്ത് പോകുന്നത്. ഇങ്ങനെ മുകളിലേക്ക് കിട്ടുന്ന ആ ഒരു റിയാക്ഷൻ ഫോഴ്സിനെ നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ത്രസ്റ്റ് കിട്ടുമ്പോഴാണ് ആ റോക്കറ്റ് മുകളിലേക്ക് മൂവ് അപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ആക്ഷൻ, ഹൈ പ്രഷറിലുള്ള ഗ്യാസ് താഴേക്ക് ആക്ഷൻ ഫോഴ്സ് കൊടുക്കുമ്പോഴേക്കും ആ ഗ്യാസ് തിരിച്ച് റോക്കറ്റിൻ്റെ ബോഡിയിലേക്ക് റിയാക്ഷൻ കൊടുക്കുന്നു. ആ രീതിയിലാണ് റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിൽ 2-3 എക്സാമ്പിളുകൾ പറഞ്ഞിട്ടില്ലേ, അത് നമുക്ക് നോക്കാം. ആ ടേബിളിലുള്ള എക്സാമ്പിളുകൾ നോക്കുമ്പോഴേക്കും നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ എന്താ പറയുന്നത്? എ മാൻ ജംപ്സ് ഫ്രം എ ബോട്ട് ടു ദ ഷോർ. ഒരു ബോട്ടിൽ നിന്ന് കരയിലേക്ക് ആളെടുത്ത് ചാടുകയാണ്. മനസ്സിലായോ? ബോട്ടിൽ നിൽക്കുകയാണ്, എന്നിട്ട്
ചാടുകയാണ് കരയിലേക്ക്. ഈ ഒരു സന്ദർഭത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മൾ സ്വന്തമായിട്ടൊന്ന് സങ്കല്പിച്ചു പോകും. നമ്മൾ അവിടെ നിന്ന് ഒരു കാല ബോട്ടിൽ വെച്ച് ഊന്നി ഇങ്ങ് ചാടുവാണെങ്കിൽ നമുക്ക് ഇങ്ങ് ചാടി ഷോറിലെത്താനായി സാധിക്കും. എന്നാൽ നമ്മൾ ചാടിക്കഴിഞ്ഞ് നോക്കുമ്പോൾ ബോട്ട് പിന്നിലേക്ക് പോയിട്ടുണ്ടാവും. ശരിയല്ലേ? ബോട്ട് ആ ഡയറക്ഷനിലേക്ക് പുറകിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. എന്താ അതിന് കാരണം? അവിടെയും ഇതേപോലെ നമുക്ക് തേർഡ് ലോ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ആക്ഷൻ എന്തായിരിക്കും? നമുക്കറിയാം, നമ്മൾ അവിടെ നിന്ന് കാലുകൊണ്ട് ബോട്ടിലേക്കൊരു ഫോഴ്സ് അങ്ങ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇങ്ങ് ചാടി വരുന്നത്. ശരിയല്ലേ? അപ്പോൾ ആക്ഷൻ ഏതായിട്ട് മാർക്ക് ചെയ്യാം? ഞാൻ കാലുകൊണ്ട് ആ ബോട്ടിലേക്ക് ഇങ്ങനെ ഒരു ഊന്നൽ കൊടുക്കുന്നില്ലേ, അതാണ് അതിൻ്റെ ആക്ഷൻ. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ എന്തായിരിക്കും? ആക്ഷൻ ഈ ഡയറക്ഷനിൽ ബോട്ടിലേക്ക്, ആളുടെ കാല് ബോട്ടിലേക്ക് കൊടുക്കുന്നത് ആക്ഷൻ ആണെങ്കിൽ ബോട്ട് തിരിച്ച് ആളുടെ കാലിലേക്ക് കൊടുക്കുന്നത് എന്തായിരിക്കും? റിയാക്ഷൻ ആയിരിക്കും. ശരിയല്ലേ? മനസ്സിലാവുന്നില്ലേ? അപ്പോൾ നമ്മൾ ആ ബോട്ടിലേക്ക് കൊടുക്കുന്ന ആക്ഷൻ്റെ ഫലമായി നമുക്ക് ബോട്ട് തിരിച്ച് നമ്മുടെ കാലിലേക്ക് ഒരു റിയാക്ഷൻ തരുന്നു. ആ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങ് ചാടി ഇങ്ങ് എത്താൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചവിട്ടിയ ആ ആക്ഷൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ബോട്ട് പിന്നിലേക്ക് മൂവ് ചെയ്യുന്നു. ഇത് വരച്ചത് കുറച്ച് ചെരിഞ്ഞു പോയി. ഈ ഒരു ഡയറക്ഷനിലേക്ക് ആക്ഷൻ കിട്ടുമ്പോഴെന്ത് സംഭവിക്കുന്നു? ആ ബോട്ട് പിന്നിലേക്ക് മൂവ് ചെയ്യുന്നു. മനസ്സിലായോ എന്തുകൊണ്ടാണ് ബോട്ട് പിന്നിലേക്ക് മൂവ് ചെയ്യുന്നത്? നമ്മൾ തറയിലൂടെ നടന്നു പോകുന്ന എക്സാമ്പിൾ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അവിടെ തറ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോർ, ഗ്രൗണ്ട് പുറകിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല, കാരണം ഗ്രൗണ്ട് വളരെ ഫേം ആയൊരു കാര്യമല്ലേ. പക്ഷേ ഇവിടെ ബോട്ട് വെള്ളത്തിൽ കിടക്കുന്നതായതുകൊണ്ട് ചെറിയൊരു ഫോഴ്സ് കിട്ടുമ്പോൾ തന്നെ ബോട്ട് പിന്നിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഇവിടെ ആ ആക്ഷനും റിയാക്ഷനും കുറച്ചുകൂടി എവിഡൻ്റ് ആണ് അല്ലേ? ആക്ഷൻ്റെ ഫലമായി ബോട്ട് പിന്നിലേക്ക് പോകുന്നു, റിയാക്ഷൻ്റെ ഫലമായി ആൾ ചാടി കരയിലേക്ക് എത്തുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെയും നമുക്ക് ആക്ഷൻ മനസ്സിലായി, റിയാക്ഷൻ മനസ്സിലായി, രണ്ടും ഈക്വൽ ആണെന്ന് മനസ്സിലായി, ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലായി. ഒരു ആക്ഷൻ ഉണ്ടായാൽ അവിടെ ഒരു പെയറായിട്ട് ഒരു ജോഡി ഫോഴ്സുകളാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി. പിന്നെ എന്ത് മനസ്സിലായി? ആക്ഷൻ ബോട്ടിലേക്കാണെന്നും റിയാക്ഷൻ ആളുടെ മേത്തേക്ക്, ആളുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ കാലിലേക്കാണെന്ന് മനസ്സിലായി. അപ്പം ആക്ഷനും റിയാക്ഷനും രണ്ട് വ്യത്യസ്തമായ ബോഡികളിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അതിനകത്ത് ആക്ഷൻ ഏതാണ്, റിയാക്ഷൻ എങ്ങോട്ടാണ് എന്ന് എഴുതാനുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായല്ലോ. അടുത്ത എക്സാമ്പിൾ എന്താ? എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. ഒരു ഗണ്ണ് പിടിച്ച ഒരാൾ തോക്ക് ചൂണ്ടുന്നതാണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ എങ്ങനെയാണ് തേർഡ് ലോ സംഭവിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ഫയർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വളരെ ശക്തിയായിട്ട് ഈ മെഷീൻ, ഈ ഗണ്ണ് ഈ ബുള്ളറ്റിനെ അങ്ങോട്ട് പുഷ് ചെയ്ത് വിടുന്നു, ബുള്ളറ്റിനെ അങ്ങോട്ട് ഫയർ ചെയ്യുന്നു. ശരിയല്ലേ? അപ്പോൾ അവിടെ ആക്ഷൻ എന്തായിരിക്കും? ഈ ബുള്ളറ്റിലേക്ക് കൊടുക്കുന്ന ഈ ഒരു ഫോഴ്സിനെ നമുക്ക് ആക്ഷനായിട്ട് എടുക്കാം. അങ്ങനെ വളരെ ശക്തിയായിട്ട് ബുള്ളറ്റ് അങ്ങ് തെറിച്ചു പോകുമ്പോൾ ആ ബുള്ളറ്റ് ഒരു റിയാക്ഷൻ തിരിച്ച് ഈ ബോഡിയിലേക്ക്, ഈ ബോഡി അങ്ങോട്ട് കൊടുത്ത ആക്ഷൻ ആണെങ്കിൽ ആ ബുള്ളറ്റ് തിരിച്ച് നമുക്ക് ഈ ഗണ്ണിലേക്ക് തരുന്നത് എന്തായിരിക്കും? റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ അത്രയും ഈക്വലായ എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളൊരു റിയാക്ഷൻ ഫോഴ്സ് ആര് തരുന്നു? ബുള്ളറ്റ് തിരിച്ച് ഗണ്ണിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗണ്ണ് റീകോയിൽ ചെയ്യുന്നത്. റീകോയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഫയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റ് അങ്ങോട്ട് പോകുന്ന വേഗതയിൽ തന്നെ നമ്മുടെ ഗണ്ണ് തിരിച്ച് ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിലേക്ക് റീകോയിൽ ചെയ്യും. അതായത് തിരിച്ചൊന്ന് ഗണ്ണിന് ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഏതെങ്കിലും ശരിക്കും ഫയർ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ബുള്ളറ്റ് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഈ ഗണ്ണ് തിരികെ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു മോഷൻ കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? തിരിച്ച് കിട്ടുന്ന റിയാക്ഷൻ കൊണ്ട്. ബുള്ളറ്റിനെ അതിശക്തിയിൽ അങ്ങോട്ട് വിടുമ്പോൾ അതേ ഫോഴ്സ് റിയാക്ഷനായിട്ട് തിരിച്ച് ഗണ്ണിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഗണ്ണിന് ഈ ഒരു മോഷൻ ഉണ്ടാകുന്നത്. അപ്പം ആക്ഷൻ ഗണ്ണ് ബുള്ളറ്റിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെങ്കിൽ ബുള്ളറ്റ് തിരിച്ച് ഗണ്ണിലേക്ക് എക്സേർട്ട് ചെയ്യുന്നത് ഏതാണ്? റിയാക്ഷനാണ്. നമ്മൾ ഈ ബുള്ളറ്റിൻ്റെയും ബലൂണിൻ്റെയും റോക്കറ്റിൻ്റെയും ഒക്കെ കേസിൽ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? എന്തെങ്കിലും ഒരു വസ്തു ഒരു ബോഡിയിൽ നിന്ന് വളരെ ശക്തിയായി പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പുറത്തേക്ക് പോയ വസ്തു തിരിച്ച് നമ്മുടെ ഈ ബോഡിയിലേക്കും ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലായോ? അടുത്ത എക്സാമ്പിളിൽ വീണ്ടും ബോട്ട് ഇസ് റോഡ്. ഒരു ബോട്ട് തുഴഞ്ഞു മുന്നിലേക്ക് പോകുന്ന ഒരു എക്സാമ്പിളാണ് വീണ്ടും നമ്മൾ കാണുന്നത്. ഇവിടെ എങ്ങനെയാണ് ഈ ആക്ഷനും റിയാക്ഷനും ഒക്കെ സംഭവിക്കുന്നത്? ഇനി എല്ലാവർക്കും തനിയെ പറയാൻ കഴിയും അല്ലേ? ഇവിടെ ആക്ഷനായിട്ട് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു ബോട്ട് മുന്നിലേക്ക് തുഴഞ്ഞു പോകണമെങ്കിൽ അയാൾ കൊടുക്കുന്ന ആക്ഷൻ എന്തായിരിക്കും? അയാൾ തുഴയാൻ ഉപയോഗിക്കുന്ന ആ ഒരു പങ്കായം കൊണ്ട് അയാൾ ആ വെള്ളത്തിനെ എന്താ ചെയ്യുക? ബാക്കിലേക്ക് പുഷ് ചെയ്യും. അയാൾക്ക് പോകേണ്ട ഡയറക്ഷൻ ഇതാണെങ്കിൽ, അയാൾക്ക്
മുന്നിലേക്കാണ് പോകേണ്ടതെങ്കിൽ അയാൾ വെള്ളത്തിനെ എങ്ങോട്ടായിരിക്കും തുഴഞ്ഞു മാറ്റുന്നത്? ഇങ്ങനെ വെള്ളത്തിനെ ഫ്രണ്ടിലോട്ടാണോ തുഴഞ്ഞ് ഇടുന്നത്? അല്ല, അയാൾ ഈ സാധനം കൊണ്ട് വെള്ളത്തിനെ ബാക്കിലേക്കാണ് പുഷ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ അയാൾ കൊടുക്കുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും? മനസ്സിലായോ? അയാൾ ആ കൈ കൊണ്ട് അതിനെ ബാക്കിലേക്കാണ് പുഷ് ചെയ്യുന്നത്. മനസ്സിലാവുന്നതുകൊണ്ട് എങ്ങനെ വള്ളം തുഴയുന്നതെന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി. അപ്പം ആക്ഷൻ കൊടുക്കുന്നത് ഈ ഡയറക്ഷനിലാണ്. എന്താ? ഈ ഒരു പങ്കായം കൊണ്ട് നമ്മൾ വെള്ളത്തിനെ പുറകിലേക്കാണ് പുഷ് ചെയ്ത് വിടുന്നത്. അതുകൊണ്ട് ആക്ഷൻ ആ ഡയറക്ഷനിൽ കൊടുക്കുന്നു. അങ്ങനെ ആക്ഷൻ ബാക്കിലേക്ക് കൊടുക്കുന്നതിൻ്റെ റിസൾട്ടായിട്ട് ഈ വള്ളം എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്? ഫ്രണ്ടിലേക്കല്ലേ മൂവ് ചെയ്യുന്നത്? എന്താ അതിന് കാരണം? ഈ വെള്ളത്തിലേക്ക് നമ്മളൊരു ആക്ഷൻ ഈ ഒരു ഡയറക്ഷനിൽ കൊടുക്കുമ്പോൾ വെള്ളം തിരിച്ച് റിയാക്ഷനായിട്ട് നമ്മുടെ ഈ ബോട്ടിനെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യിക്കുന്നു. അപ്പോൾ റിയാക്ഷൻ എങ്ങോട്ടാണ് കിട്ടുന്നത്? റിയാക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ആക്ഷൻ കൊടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ വെള്ളം നമ്മുടെ ഈ ബോട്ടിനെ ഇങ്ങോട്ട് നീക്കുന്നു. മനസ്സിലായോ? എപ്പോഴും നമ്മൾ വള്ളം തുഴയുമ്പോൾ അങ്ങനെയല്ലേ, നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ മൂവ് ചെയ്യേണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ ആക്ഷൻ കൊടുക്കുന്നത്. നമ്മൾ വെള്ളം തുഴയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. എന്തുകൊണ്ടാണ്? അങ്ങോട്ട് ആക്ഷൻ കൊടുത്തെങ്കിലേ നമുക്ക് ഇങ്ങോട്ട് റിയാക്ഷൻ കിട്ടുള്ളൂ, നമ്മുടെ വള്ളം ഇങ്ങോട്ട് പോകുള്ളൂ. അപ്പം ആക്ഷൻ കൊടുക്കുന്നത് ആ പോളിൽ നിന്ന്, ആ ഒരു പങ്കായം, ആ പോളിൽ നിന്ന്, ആ പങ്കായത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് ഈ ഡയറക്ഷനിലേക്ക് ആക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ വെള്ളം തിരിച്ച് ഈ ബോട്ടിനെ ഈ ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇൻട്രാക്ട് ചെയ്യുന്ന രണ്ട് ബോഡികൾ ഏതൊക്കെയാണ്? ആ ബോട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പോള്, അത് രണ്ടും ഒറ്റ സിസ്റ്റം. രണ്ടാമത്തെ ബോഡി ഏതാണ്? വാട്ടർ. മനസ്സിലായോ? ഇത് അങ്ങോട്ട് ആക്ഷൻ കൊടുക്കുമ്പോൾ വെള്ളം തിരിച്ച് ബോട്ടിന് ഇങ്ങോട്ട് റിയാക്ഷൻ കൊടുക്കുന്നു. മനസ്സിലായല്ലോ? ഒരു ബേർഡ് പറന്നു പോകുമ്പോഴും ഇതുപോലെ തന്നെയാണ് നടക്കുന്നത്. എന്താ? ആ ബേർഡിൻ്റെ ചിറകിട്ട് അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചിറക് കൊണ്ട് എയറിനെ താഴേക്ക് ഇങ്ങനെ പുഷ് ചെയ്യുന്നു. ഇങ്ങനെയല്ലേ ബേർഡ് പോകുന്നത്? ചിറക് കൊണ്ട് എയറിനെ താഴേക്ക് ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ എയർ തിരിച്ച് റിയാക്ഷനായിട്ട് ആ ബേർഡിനെ മുകളിലേക്ക് പുഷ് ചെയ്യുന്നു. അങ്ങനെയാണ് ആ ബേർഡ് മുകളിലേക്ക് പോകുന്നത്. മനസ്സിലായോ? അപ്പം ഏത് ഡയറക്ഷൻ, നമ്മൾ സ്വിമ്മിങ് ചെയ്യുമ്പോഴായാലും പക്ഷികൾ പറക്കുമ്പോഴായാലും മുന്നിലേക്ക് പോകണമെങ്കിൽ ഈ പുറകിലേക്കാണ് ചിറകിട്ട് അടിക്കുന്നത്. എന്താ അതിൻ്റെ കാരണം? പുറകിലേക്ക് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, പുറകിലേക്ക് ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നിലേക്ക് റിയാക്ഷൻ കിട്ടുന്നു. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇത് വർക്ക് ആകാത്ത 1-2 സിറ്റുവേഷനും കൂടെ കാണണം. ഏത് വർക്ക് ആവാത്തതിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പോൾ പറഞ്ഞു, ഒരാൾ ഇതേപോലെ നടന്നു പോവുകയാണെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ആക്ഷൻ കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുന്ന റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് നമുക്ക് മുന്നിലേക്ക് പോകാനുള്ള ആ ഒരു പുഷ് കിട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? നമുക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നന്നായിട്ട് മനസ്സിലായിട്ട് പോകേണ്ട കാര്യമാണ്. എന്നാൽ ഇങ്ങനെ നടക്കുന്നത് ഒരു ഐസിൻ്റെ മുകളിലൂടെ ആണെങ്കിലോ? ഐസിൻ്റെ മുകളിലൂടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഇഫ് എ കാർട്ട് ഇസ് പുഷ്ഡ് വൈൽ ഓൺ ഐസിൻ്റെ മുകളിലൂടെ ഒരു കാർട്ട്, ഒരു ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് പോവുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് റിയാക്ഷൻ മുന്നിലേക്ക് പോകാൻ കഴിയാത്തത്? അവിടെ ഫ്രിക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ കാലിൻ്റെയും ഈ ഒരു ഗ്രൗണ്ടിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഫ്രിക്ഷൻ ഉണ്ടല്ലോ, അവർ തമ്മിലുള്ള ആ ഒരു ഗ്രിപ്പ് ഉണ്ടല്ലോ, ആ ഒരു പിടുത്തം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ആക്ഷൻ കൊടുക്കുമ്പോഴേക്കും നമുക്ക് തിരിച്ച് ഒരു റിയാക്ഷൻ കിട്ടുന്നത്. ആ ഗ്രിപ്പ് ഇല്ല എന്ന് വിചാരിക്കൂ, ആ ഫ്രിക്ഷൻ അവിടെ ഇല്ല, വളരെ സ്ലിപ്പറി ആയിട്ടുള്ളൊരു ഫ്ലോറാണ്. ഐസിനെ പോലെ അല്ലെങ്കിൽ ഓയിലുള്ള പോലെ, ഒരു ബനാന പീലിൻ്റെ മേളിലൊക്കെ ഉള്ളതുപോലെ വളരെ സ്ലിപ്പറി ആയിട്ടുള്ളൊരു ഗ്രൗണ്ട് ആണെങ്കിലോ അവിടെ ഫ്രിക്ഷൻ ഇല്ല, സ്ലിപ്പാകുന്നു. കാല് പെന്നിലേക്ക് തെന്നി പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ തെന്നിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് കിട്ടുന്നുണ്ടോ? ഇല്ല. ആ ഒരു കാര്യമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ന് പറയുന്നത്. ആ കാർട്ട് നമ്മൾ പുഷ് ചെയ്യുന്നത് ഐസിൻ്റെ മുകളിലൂടെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് മുന്നിലേക്ക് തള്ളിക്കൊണ്ട് പോകാൻ കഴിയാത്തത്. ഒരു ചെളിയിലൂടെ, മഡിലൂടെ, അവിടെ എന്താ, കാല് സ്ലിപ്പായി പോവുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കാല് സ്ലിപ്പായി പോകുന്ന, ഫ്രിക്ഷൻ ഇല്ലാത്ത ഏതൊരു സാഹചര്യത്തിലൂടെ നമ്മൾ നടക്കാൻ നോക്കിയാലും നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് കിട്ടുന്നില്ല. അതായത് ആ ഗ്രൗണ്ട് നമ്മളെ മുന്നിലേക്ക് തള്ളി തരുന്നില്ല, ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട്. പിടികിട്ടുന്നുണ്ടോ? കാല് തെന്നുന്നത് കൊണ്ട് ഗ്രൗണ്ട് നമ്മളെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് തരുന്നില്ല. അതുകൊണ്ട് ഐസിൻ്റെ മുകളിലൂടെ ആയാലും ചെളിയുടെ മഡിൻ്റെ മുകളിലൂടെ ആയാലും നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് കിട്ടാത്തതുകൊണ്ട് മുന്നിലേക്ക് നടന്നു പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ 3rd ലോ പഠിച്ചത് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആക്ഷൻ എന്താണെന്ന് മനസ്സിലായി, റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലായി. ഇത് രണ്ടും 2 സെപ്പറേറ്റ് ബോഡികളിലേക്കാണ് ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി അല്ലേ? ഇതൊക്കെ മനസ്സിലായെങ്കിൽ നമ്മൾ 3rd ലോ പഠിച്ചു കഴിഞ്ഞു. ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.